നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു മോന്തക്കുറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ. അതിലേക്ക് എനിക്ക് പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള അതിഥികളാണ് എൻ്റെ മുഖത്ത് കാണുന്ന കുത്തും കോമയും പാടുമൊക്കെ. അപ്പോൾ കിരീടം വെച്ച് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ മുഖത്തുണ്ടായിരുന്നത് എല്ലാം തന്നെ തൂത്ത് തുടച്ചെടുക്കാൻ ഞാൻ ഈ ഒരു പാരച്യൂട്ടിൻ്റെ എണ്ണ യൂസ് ചെയ്ത് നല്ലോണം വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ റെഗുലറി യൂസ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ഡോട്ട് ആൻഡ് കെയുടെ ആക്നെ ക്ലിയറിങ് ഫേസ് വാഷ് എനിക്ക് നല്ല ഡിഫറൻസ് തോന്നാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊരു ഫേസ് പാക്കും കൂടി ഇടാന്ന്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു നീം പൗഡർ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ നീം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മണത്ത് നോക്കി അണ്ണാക്കടിച്ച് പോയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിന് കൂടെ കുറച്ച് മുൾത്താണി മുട്ടും കൂടി ഇട്ടത് ഞാനൊരു 10 മിനിറ്റ് ഫേസിൽ നല്ലോണം വെച്ച് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. വയൽ പോയി കച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതേ കുറച്ച് അവിടെ ഇവിടെ അൽക്കുലത്ത് രോമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐബ്രോസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലത്തെ ഇങ്ങനെ പസ് നിറഞ്ഞിട്ടുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ അതിന് മേളൊരു ആക്നെ പാച്ച് ഒട്ടിച്ച് ഞാൻ രാവിലെ ആകുമ്പോഴേക്കും അതിനെ കാണാൻ പോലും കിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും ഫ്രീ കിട്ടിയൊരു ഷീറ്റ് മാസ്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അത്. അതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് ഞാൻ ഈ ഒരു കലാപരിപാടി അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ബെസ്റ്റ് ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.